കോയമ്പത്തൂർ സിറ്റിയിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കോയമ്പത്തൂർ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ മുന്നിൽ ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇവിടുത്തെ ഒരു അടിപൊളി ഒരു മെമു ട്രെയിൻ ഉണ്ട് കേട്ടോ. കോയമ്പത്തൂർ ദിണ്ടുക്കൽ പോകുന്നൊരു മെമു എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അതിന് കയറി നമ്മൾ ദിണ്ടുക്കൽ പോവാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7:20 7:25 ആകുമ്പോൾ തന്നെ കോയമ്പത്തൂർ എത്തിയിരിക്കുക കേട്ടോ. നമ്മുടെ ട്രെയിൻ 9:35 അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് റൂട്ടാട്ടോ. ആ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റേഷനകത്ത് പോയിട്ട് പറയാം. അപ്പോൾ ആ മെമു എക്സ്പ്രസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രെയിൻ 9:35. അപ്പോൾ ഞാൻ സ്റ്റേഷൻ്റെ പുറത്തുണ്ട്. നമ്മളിതാ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വഴി കൂടെ നടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെ ചോദിച്ചപ്പോൾ ഹോട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ ഒരു ആര്യസിൽ പോകാറുണ്ടോ, മിക്കവാറും ഞാൻ ആര്യസിൽ തന്നെ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് കുറച്ചുകൂടെ മുമ്പിലോട്ട് നടന്ന ഹോട്ടലായി എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം, അടുത്ത് തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മാർക്കറ്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കും പിന്നെ അവിടെ ഒരു പള്ളിയുണ്ട്. ഈ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആര്യസിൽ തന്നെ പോകട്ടോ ഫുഡ് അടിക്കാനായിട്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറണം കേട്ടോ. കയറിയിട്ട് തന്നെ ഞാൻ മിക്കവാറും ടിക്കറ്റ് എടുക്കണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആര്യാസ് വന്നിരിക്കാം കേട്ടോ. ഞാൻ അവിടെ ഒരു പൂരി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ. ഫുഡ് വന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. രാവിലെ തിരക്കായി വരണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഒന്ന് ഓർഡർ എടുത്തു. അപ്പോൾ ഞാൻ ഹോട്ടലിൽ വെയിറ്റിംഗ് ആണ്. ഫുഡ് വന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിരിക്കാം കേട്ടോ. നല്ല ചൂട് പൂരി മസാല പിന്നെ 2 ടൈപ്പ് ചട്നി തന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് അടിപൊളി കേട്ടോ, രക്ഷയില്ല. ഞാൻ കഴിച്ചു നോക്കി, കൊള്ളാം. അപ്പോൾ നമുക്കിനി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഐസ് നമ്മളങ്ങനെ 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുക കേട്ടോ. നമുക്കൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന ട്രെയിൻ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഫെസ്റ്റിവൽ സ്പെഷ്യൽ ആയതുകൊണ്ട് നിർത്തി വെച്ചെന്നാണ് കേട്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാഗർകോവിൽ എക്സ്പ്രസ്സിന് കയറിയിട്ടാട്ടോ പോകാൻ പോകുന്നത് ദിണ്ടുക്കലിലേക്ക്. വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ പോവാണ്. അങ്ങനെ ഒരു ചെറിയ പണി കിട്ടിയിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഫെസ്റ്റിവൽ സ്പെഷ്യൽ മെമു നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ചുറ്റിത്തിരിഞ്ഞൊക്കെയാൻ പോകാൻ തോന്നുന്നു. എനിക്ക് റൂട്ട് ഏതാണെന്നൊക്കെ നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ നാഗർകോവിൽ പോകുന്ന ഒരു എക്സ്പ്രസ്സിനാണ് കയറി പോകാൻ പോകണം കേട്ടോ. അത് കറക്റ്റ് 8 മണിക്ക് ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ അത് എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ട്രെയിൻ. അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറി നിന്നിരിക്കുക കേട്ടോ. അപ്പോൾ മെമ്മുടെ പ്ലാനൊക്കെ പോയി. എനിക്ക് ആയത് 90 രൂപ കേട്ടോ. ഇവിടെ നിന്ന് ദിണ്ടുക്കൽ വരെ പോകാനായിട്ട് 90 രൂപയാണ് ഒരാൾക്കായത്. അപ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറി ടിക്കറ്റ് എടുത്തപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് ആ വണ്ടിയുടെ സർവീസ് ഇപ്പോൾ ആ 14-ാം തീയതിക്ക് ശേഷം നിർത്തി വെച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം തിരക്ക് കുറവാട്ടോ. ഇതിലിപ്പോൾ തിരക്ക് ഉണ്ട്, എന്നാലും നമുക്ക് എവിടെ നിന്ന് ഇരിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. അപ്പോൾ ട്രെയിനിങ്ങിന് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ട്രെയിനിൽ കയറി ഇരിക്കുക കേട്ടോ. ഇതിൻ്റെ റൂട്ടൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഏത് റൂട്ടിൽ കൂടെയാണ് ഇത് പോകണം എന്നുള്ളതൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുക കേട്ടോ. കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് തന്നെ എടുത്തിരിക്കുകയാണ്. ഒരു ചെറിയ തേപ്പ് കിട്ടി. നമ്മുടെ ആ മെമു നമുക്ക് മിസ്സായി. എനിക്ക് ആ ട്രെയിനിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും പറ്റിയില്ല. അപ്പോൾ നമ്മളിത് ഈ ട്രെയിനിൽ കയറി പോവാട്ടോ. ഇതിനൊരു P7 ആണ് എഞ്ചിൻ. അപ്പോൾ നമ്മൾ അതിനെ ഫോളോ ചെയ്തങ്ങനെ പോവാണ്. കഴിച്ച ഫുഡിൻ്റെ കാര്യത്തിനെ പറ്റി ഞാൻ പറയാൻ പറഞ്ഞല്ലോ. നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഭൂരിയും പിന്നെ എന്താ പറയുക, ഞാൻ കുറച്ച് കഴിച്ചിരുന്നു. ഭൂരിയും വടയും പിന്നെ എന്താ പറയുക, അതേപോലെ തന്നെ ഞാൻ വീണ്ടും ഭൂരി പിന്നെയും പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കഴിച്ചപ്പോഴത്തേക്കും കൂടെ എനിക്കായത് 165 ആണ്. എക്സ്പെൻസീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിച്ചത് കൊണ്ടാണ് എക്സ്പെൻസീവ് ആയത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു നോർമൽ പൊങ്കലോ അല്ലെങ്കിൽ മസാല ദോശയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു 85 രൂപ 90 രൂപ. പക്ഷേ കാപ്പിക്ക് ഇത്തിരി റേറ്റ് ഉണ്ട് കേട്ടോ. കാപ്പിയൊക്കെ ഒരു 30 രൂപ അടുത്ത റേഞ്ച് മേടിക്കുന്നുണ്ട്. കുറച്ച് റേറ്റ് തന്നെയാണ് ആര്യാസ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ഹോട്ടലുകളിലും റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. ആ രാവിലെ P7 അങ്ങനെ കേർവ് ചെയ്ത് പോകുന്നതാണ് നല്ല രസമാട്ടോ. നമ്മുടെ ട്രെയിൻ ഇടയ്ക്കൊന്ന് സ്പീഡ് എടുക്കുന്നുണ്ട്, പിന്നെ വീണ്ടും സ്ലോ ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ നേരത്തെയുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30 മെമു. അത് പക്ഷെ ഇങ്ങനെ നിർത്തുമെന്ന് അറിഞ്ഞില്ല. ഞാൻ സർവീസ് ഉണ്ടാവുന്ന വെച്ചിട്ട് തന്നെ കേട്ടോ മെമു കുറച്ച് ഇൻട്രോ എടുത്തത്. പക്ഷെ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് ഇല്ലയെന്ന് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ ഞാനിപ്പോൾ അവിടെ നോക്കിയപ്പോൾ പോലും എല്ലാം വണ്ടിയുള്ള പോലെ തന്നെ കേട്ടോ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അതിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ ട്രെയിനിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രെയിനിൽ കയറാൻ പറ്റി. അപ്പം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത സ്റ്റോപ്പ് നമ്മുടെ പീലുമേട് എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തും കേട്ടോ. അപ്പോൾ കോയമ്പത്തൂർ വിട്ടാൽ തന്നെ 2 സ്റ്റേഷൻ അടുപ്പിച്ച് കോയമ്പത്തൂർ ഔട്ടറിൽ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഒന്ന് നോർത്തും ഒന്ന് പീലുമേടും. ഒരു P7 ആണ് നമ്മുടെ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അത് ലോക്ക് കേട്ടോ. നല്ല പുള്ളായിരുന്നു എടുത്തപ്പോൾ തന്നെ. ഞാനത് സെറ്റിൽ ആവുന്നതുകൊണ്ട് എനിക്ക് ആ കോയമ്പത്തൂർ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് സ്റ്റേഷൻ മിസ്സായി പോയിരുന്നു. ഇതൊരു കുഞ്ഞ് സ്റ്റേഷനാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പീലുമേട് എന്നാണ്. ഇത് കോയമ്പത്തൂരിൻ്റെ ഔട്ടറാട്ടോ. മെയിനായിട്ട് ഈ കോളേജ് കോയമ്പത്തൂരിൽ മെയിനായിട്ടുള്ള കോളേജുകളൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാട്ടോ പീലുമേട് എന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റേഷനിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഇപ്പോൾ എടുക്കുമ്പോൾ കാണാമല്ലോ വണ്ടിയുടെ ഒരു പോണൊരു പവർ.
ഒരു റേസ് ചെയ്യണ പോലത്തെ ഒരു സൗണ്ടായിട്ട് നമുക്ക് കിട്ടണത് ആ P7 ഒരു പുള്ള് കാരണം കൊണ്ട്. നല്ല പുള്ളെന്ന് വെച്ചാൽ നല്ല പുള്ളാട്ടോ. ഈ നമ്മുടെ ട്രെയിൻ ഒരു ഡെയിലി റണ്ണിങ് ട്രെയിൻ ആട്ടോ. ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ 8 മണിക്ക് കോയമ്പത്തൂരിൽ നിന്ന് എടുത്തിട്ട് രാത്രി 8 മണിക്കാട്ടോ നാഗർകോവിൽ എത്താം. 12 മണിക്കൂർ കൊണ്ട് 32 സ്റ്റേഷൻ ഈ ട്രെയിൻ കവർ ചെയ്തെത്തുന്നത്. 532 കിലോമീറ്റർ ആട്ടോ മൊത്തത്തിൽ ഓടണത്. അപ്പോൾ അത് മൊത്തം കവർ ചെയ്ത് ഈ ട്രെയിൻ എത്തുന്നത് രാത്രി 8 മണിക്കാണ്. അപ്പോൾ ഇതൊരുവിധം 32 സ്റ്റേഷൻ ഞാൻ പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ. അണ്ടർസൈഡ് എക്സ്പ്രസ് ആവുന്നത് എല്ലാ സ്റ്റേഷനും നിർത്തിയിട്ടാട്ടോ പോവാം. പക്ഷേ ആ സ്റ്റേഷനുകളുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിൽ നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. അതിപ്പോൾ നിങ്ങൾ കണ്ടറിയുണ്ടാവും, നല്ല സ്പീഡ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇതിലിങ്ങനെ ഇരുന്നിരുന്ന് പോവാണ്. ഇപ്പോൾ 2 സ്റ്റേഷൻ കഴിഞ്ഞു, ഇനി അടുത്തത് തിരുപ്പൂരാട്ടോ ഈ ട്രെയിനിൻ്റെ സ്റ്റോപ്പുള്ളത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. തിരുപ്പൂരിന് മുന്നേറ്റ് ഈ ട്രെയിൻ 2 സ്റ്റോപ്പുകൾ കേട്ടോ. ഒന്ന് സൂളൂർ റോഡും സോമന്നൂറും കേട്ടോ. അപ്പോൾ ഈ 2 സ്റ്റേഷൻ കഴിഞ്ഞാണ് നമ്മൾ തിരുപ്പൂരിലേക്ക് കയറുക. അപ്പോൾ നമ്മളിപ്പോൾ സൂലൂർ റോഡ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് സോമന്നൂരുണ്ട്. പക്ഷെ ഇവിടേക്കായാലും ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. 1 മിനിറ്റ് 1.5 മിനിറ്റ് 2 മിനിറ്റകത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിടും കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ട്രെയിൻ തന്നെയാണ് കേട്ടോ. രാവിലെ ഓഫീസ് ടൈമിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര തിരക്ക് വന്നിച്ചാട്ടോ. ഇതൊരു ട്യൂസ്ഡേ കൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കില്ല. മൺഡേസും അതേപോലെ ഫ്രൈഡേ സൺഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവും കേട്ടോ. കാരണം മധുരയൊക്കെ ടച്ച് ചെയ്യുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മധുരയിൽ പോകുന്നവർക്കൊക്കെ ഈ ട്രെയിൻ ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. മധുരൈ, ദിണ്ടുക്കൽ ആ സൈഡിലൊക്കെ പോകുന്നവർക്കൊക്കെ ഈ ട്രെയിൻ ഭയങ്കര യൂസ് ആയതുകൊണ്ട് തന്നെ ആ റൂട്ട് പിടിച്ചാട്ടോ ഇത് പോകുന്നത്. അപ്പോൾ ഇന്നെന്തോ തിരക്ക് കുറവാണ്. എൻ്റെ ബാക്കി കൊണ്ട് എനിക്കിപ്പോൾ ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. തിരുപ്പൂർ തിരികെയാണ് നമ്മൾ. തിരുപ്പൂർ ഈ 2 മെയിൻ സ്റ്റേഷനാട്ടോ. അടുത്തത് ഈറോഡാണ്. ഈറോഡും തിരുപ്പൂരും നല്ല. തിരുപ്പൂരിൽ ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓഫീസിൽ പോകുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്ന ട്രെയിനുണ്ട്. തിരുപ്പൂരിൽ കുറച്ച് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുന്നാട്ടോ കേട്ടത്. ഇവിടെ നിന്ന് തിരക്കുന്നതിന് വേണ്ടി തന്നെ ഞാൻ പോയി അടുത്ത കോച്ചിലെങ്ങാനും സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ഒരു ഗ്രാമത്തിൻ്റെ ഒരു എന്താ പറയുക അടുത്തായിട്ടൊരു സ്റ്റേഷനാട്ടോ. പുട്ടുക്കുളി എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനാട്ടോ. എനിക്ക് തോന്നുന്നു സ്റ്റേഷൻ്റെ ഒരു പഴയ ബിൽഡിംഗ് ആട്ടോ. അവിടെ ഇങ്ങനെ അവർ പൊളിക്കാതെ ഇട്ട് വെച്ചിരിക്കണ തോന്നുന്നുണ്ട്. ഒരു കുഞ്ഞൊരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേട്ടോ അത്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ട്രെയിനുകൾക്കൊക്കെ സ്റ്റോപ്പുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഉട്ടുക്കുളി സ്റ്റേഷനിൽ വന്ന് കയറിയിരിക്കുകയാണ്. അടിപൊളി സ്റ്റേഷനിൽ നമ്മളിങ്ങനെ എടുത്ത് പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ട്രെയിൻ സ്പീഡ് എടുക്കണത് വേഗാട്ടോ. സ്റ്റേഷനിൽ അടുത്ത് ഒരു കുറച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നല്ല ആക്സിലറേഷൻ കേട്ടോ. ആ P7 ശരിക്കും പവർ എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും ഒരു പവറിലാണ് വണ്ടി ആക്സിഡന്റ് ചെയ്ത് പോണത്. ഒരു പഴയ കോച്ചായതുകൊണ്ട് തന്നെ നല്ല ഷേക്കിംഗ് ഉണ്ട് കേട്ടോ. ആ ഒരു സ്പീഡ് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കോച്ചിലിരിക്കുമ്പോൾ അറിയാണ്ട് നല്ലോണം. നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന റൂട്ട് ഒരു അടിപൊളി റൂട്ടാട്ടോ. അത് ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റോഡ് പോയിട്ട് ഈ റോഡിൽ നിന്ന് തിരിഞ്ഞ് കരൂര് പോട്ടോ. കരൂര് പോയിട്ട് വിരുദുനഗർ, മധുരൈ, വിരുദുനഗർ, പിന്നെ വാഞ്ചിമണിയിച്ച് അങ്ങനെയാട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ നല്ല തിരക്കാട്ടോ. എസ്പെഷ്യലി മധുരയും പോകുന്നവരും വിരുദുനഗർ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്. മധുരയും വിരുദുനഗറിലും പോകുന്നവർ അത്യാവശ്യം ഈ ട്രെയിനിലുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കയറുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഡെയിലി ട്രെയിൻ നല്ല തിരക്കാട്ടോ. ഇത് പോകുന്ന റൂട്ടാണ് ഇതിന് ഇത്രയും തിരക്ക് വരാൻ കാരണം കേട്ടോ. ചുറ്റി തിരിഞ്ഞ് പോകുന്ന ട്രെയിനാണ്. പിന്നെ എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ അത്യാവശ്യം കയറുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഇന്ന് ഇത്തിരി തിരക്ക് കുറവാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് ഏറ്റവും നല്ല തിരക്കില്ലാണ്ടിരിക്കുക കേട്ടോ. ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്ക് എളുപ്പം അതാണ്. അപ്പോൾ അതാണ് ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത. ഈ റൂട്ട് ഇങ്ങനെ ആയതുകൊണ്ടാട്ടോ ഇതിൻ്റെ തിരക്കുള്ളത് ഇത്ര ടൈം എടുക്കുന്നത്. ഇത് 12 മണിക്കൂർ പിടിച്ച് നാഗർകോവിൽ എത്താനുള്ള കാരണം ചുറ്റി തിരിഞ്ഞ് പോകുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകത കേട്ടോ അത്. അങ്ങനെ നമ്മളൊരു 3 മിനിറ്റ് ബിഫോർ പിടിച്ച് ഈ റോഡ് കയറാം കേട്ടോ. ഈ റോഡ് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 9:50 കയറേണ്ടത്. നമ്മൾ 9:47 ആകുമ്പോൾ സ്റ്റേഷൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു G9 വെച്ചിട്ടൊരു ഫ്ലൈറ്റ് ഈ റോഡിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിപ്പോൾ ജസ്റ്റ് അവിടെ നിർത്തി. ഇത്രയും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വരെയായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ സ്റ്റേഷനിലോട്ട് കയറാൻ പോവാണ്. ഏർക്കാട് എക്സ്പ്രസ് ആട്ടോ അവിടെ നിൽക്കണത്.
ചെന്നൈ സെൻട്രൽ ഹീ റോഡ് ഏർക്കാട് എക്സ്പ്രസ് ആണ് കേട്ടോ. അതിന് ഹൈദരാബാദ് എക്സ്പ്രസ് ആയിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിത് അങ്ങനെ ഈ റോഡ് ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ ഈ റോഡിൻ്റെ മറ്റേ ഷണ്ടിങ് യാർഡ്, മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നത് ഇവിടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്നാണ് രാത്രി നമ്മുടെ ഏർക്കാട് എക്സ്പ്രസിൻ്റെ അടുത്ത് പ്ലാറ്റ്ഫോമിനകത്ത് ഈ കൊണ്ടുപോവുക. നമ്മൾ ഈ റോഡ് ജംഗ്ഷൻ വന്ന് കയറിയിരിക്കുക കേട്ടോ. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കയറുന്നത്. എല്ലാകൂടെ P7 ആയിട്ട് നിൽക്കുന്നത് ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസ് ആട്ടോ. ഷാലിമാർ തിരുവനന്തപുരം ഇത് വീക്കിലി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ റോഡ് വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ ലൈൻ സ്പ്ലിറ്റ് ആയിരിക്കുക കേട്ടോ. ഇതാണ് കരൂരിലേക്ക് പോകുന്ന ലൈൻ. ആ നേരെ പോകുന്ന ലൈനാട്ടോ ചെന്നൈയിലേക്ക് പോകുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ കാണുന്ന കേട്ടോ ലോക്കോസ് ഒക്കെ കൊണ്ടിട്ടിരിക്കുന്ന സ്പേസ്, അതാണ് ലോക്കോ ഷെഡ്. നമ്മൾ റൈറ്റ് എടുത്ത് കയറിയിരിക്കുകയാണ് കരൂർ ലൈനിലോട്ട്. നല്ല വിടലാട്ടോ, നല്ല വിടലെന്ന് വെച്ചാൽ നല്ല വിടല, ഒന്നും പറയാനില്ല. ആ ഫുൾ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കണേ. ആ 110 അങ്ങോട്ട് ടച്ച് ആവുന്നുണ്ട്. ഒരു അൺറിസർവ്ഡ് എക്സ്പ്രസ് ഒക്കെ ഈ സ്പീഡിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കിളി പോവാട്ടോ കണ്ടിട്ട്. അമ്മാരി പറമ്പില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങിയിട്ട്. നമ്മളങ്ങനെ കരൂരെടുത്തോണ്ടിരിക്കുക കേട്ടോ. പതുക്കെ ട്രെയിൻ വന്ന് കരൂരിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ഈ ട്രെയിനിന്റെ ഒരു ഗുണം ഞാൻ കണ്ടത്, ഈ ഒരു സ്ട്രെച്ചിൽ കയറിയുമ്പോൾ വൻ പറപ്പിരുന്ന് വെച്ചാണ്ടല്ലോ, ഞാനൊരു സൂപ്പർ ഫാസ്റ്റിലൊക്കെ പോണ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടണത് കേട്ടോ. ഈ ഒരു എക്സ്പ്രസ്സിന് അമ്മാര് പറപ്പിലാണ് ഇവര് പറപ്പിക്കണത്. ഇങ്ങനെ നമ്മളൊരു 3 മിനിറ്റ് ലേറ്റായിട്ട് ഈ റൂട്ടിലത്തെ ഒരു മെയിൻ സ്റ്റേഷനായ കരൂർ സ്റ്റേഷനിലേക്ക് വന്ന് കയറാം കേട്ടോ. കരൂർ ജംഗ്ഷൻ. ഇവിടെ അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ടാവുന്നതാണ് ഈ ട്രെയിൻ എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ റോഡ് കഴിഞ്ഞാൽ പിന്നെ മെയിൻ സ്റ്റേഷൻ ഇതാണ്. കരൂർ കഴിഞ്ഞ് 2 സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റേഷനായിട്ടോ. ദിണ്ടുകല്ലാണ് ഞാൻ ഇറങ്ങണത്. അപ്പോൾ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പറയാം കേട്ടോ. നമ്മൾ കരൂർ ജംഗ്ഷനിൽ വന്നിരിക്കുക കേട്ടോ. ഇതൊരു മെയിൻ സ്റ്റേഷൻ തന്നെയാണ്. ഇവിടെ എന്തായാലും ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് ട്രെയിൻ ഹോൾട്ട് ഉണ്ടാവും കേട്ടോ. ഈ ട്രെയിൻ മധുര എത്തുന്ന സമയം ഒരു കറക്റ്റ് ടൈം ആട്ടോ. ഒരു 2:45 മധുര എത്തുന്നത്. അപ്പോൾ മധുരയിൽ പോകുന്നവർക്കൊക്കെ എന്തായാലും കുറച്ച് നേരം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ ദർശനത്തിന് വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതിന് പറ്റിയൊരു ട്രെയിനാണ്. അതേപോലെ തന്നെ വിരുദുനഗറിലൊക്കെ എത്തുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 4 മണി 3:45 സമയമൊക്കെ ആട്ടോ. അപ്പോൾ അവിടെ എത്തുന്നവർക്കും ഈ ട്രെയിനിൽ മാറി കയറി പോകുന്നവർ കുറേ പേരുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ കോയമ്പത്തൂർ വന്ന് കുറച്ച് പേര് ഇറങ്ങിയിട്ട് ഈ നാഗർകോവിൽ സൈഡിലോട്ട് പോകുന്നവർക്ക് ഇതിൽ കയറും കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസ് ട്രെയിനും കൂടെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഡിമാൻഡ് ഈ ട്രെയിൻ ഉണ്ടോ. മെയിനായിട്ട് ഇത് മധുര എത്തുന്ന സമയം അത്ര ഒരു അടിപൊളി സമയമായതുകൊണ്ടാണ് കേട്ടോ. ഇതിൽ കൂടുതൽ ആൾക്കാർ മധുരയ്ക്കുള്ളവരാണ് ഉണ്ടാവുക. ഒരു വിജനമായ ഒരു ഗ്രാമത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുക കേട്ടോ.
അപ്പം അടുത്ത സ്റ്റേഷൻ എത്രയാവുന്നുണ്ട്. ഇവിടെ വേർക്കടലൊക്കെ കൊണ്ട് ചേച്ചി വരുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സുണ്ടൽ എന്നൊക്കെ പറയും. സുണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കടലാണ് കേട്ടോ. അതിൽ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു തരും. ഇവർ സുണ്ടൽ എന്ന് പറയും, കടലയെന്നൊക്കെ പറയും. പിന്നെ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അവിടെ കൊണ്ടിട്ടിട്ട് നമ്മൾ നട്ടുച്ചയ്ക്ക് ദിണ്ടുക്കൽ എത്തണോണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്ന് പുറത്തെങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നല്ല വെയിലാണെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതാണ് ഞാൻ ആലോചിക്കണത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്താ ചെയ്യേണ്ടത്. ഞാൻ എന്തായാലും കുറച്ച് നേരം സ്റ്റേഷനിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഈ വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം. വണ്ടി ഇവിടെ നിന്ന് എടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അകത്ത് പോവാം. ഇപ്പുറത്തെ സൈഡ് വന്നപ്പോഴും അടിപൊളി കാഴ്ചകളാട്ടോ. ഇത് എന്താ പറയുക, അത് തന്നെയാണ് ഗ്രാമത്തിനിടയിൽ കൂടെ ഒരു സിംഗിൾ ട്രാക്കാട്ടോ. ഇതൊരു ഇലക്ട്രിഫൈഡ് അല്ലാണ്ട് ഒരു ഡീസൽ റണ്ണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. മറ്റേ ആൽക്കൊക്കെ വെച്ച് ഇങ്ങനെ ചഗ്ഗിങ് ചെയ്ത് പോണതാണ് നല്ല രസം ഉണ്ടായേനെ കേട്ടോ. പക്ഷെ ഇലക്ട്രിഫൈഡ് ആണ്, എന്നാലും നമുക്ക് ആ സിംഗിൾ റൂട്ടിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. ഇവിടെ പിടിച്ചിട്ടപ്പോഴാണ് ശരിക്കും എനിക്ക് ആ ഒരു ഭംഗി കുറച്ച് നേരം ഞാൻ നിന്ന് കണ്ടു കേട്ടോ. എന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. ഒരു ചെറിയ സ്റ്റേഷനായ പാലേന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ വന്നിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ലേറ്റാണ്, ഒരു 10-15 മിനിറ്റ് ലേറ്റാണ്. പക്ഷെ ചെറിയൊരു സ്റ്റേഷനാട്ടോ. അപ്പോൾ നമ്മളത് സ്റ്റേഷനിൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റേഷനുള്ളത്. ചെറുതെന്ന് വെച്ചാൽ അത്രയും ചെറിയ സ്റ്റേഷനാണ്. ഞാൻ നിങ്ങൾക്ക് സ്റ്റേഷൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ അതേപോലത്തെ ഒരു ചെറിയ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഒരു ചെറിയൊരു സ്റ്റേഷൻ മാസ്റ്ററുടെ ഒരു ക്യാബിനും ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, ഒരു ചെറിയ എൻട്രൻസും കേട്ടോ. അത്രേ ഉള്ളൂ സ്റ്റേഷൻ. അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ അതിന് മുന്നത്തെ സ്റ്റേഷനായി ഈ റോഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ദിണ്ടുക്കലാണ്. ഇവിടെ നിന്ന് 40 കിലോമീറ്റർ പോകാൻ നമ്മുടെ ട്രെയിൻ എടുക്കുന്നത് 1 മണിക്കൂറാട്ടോ. ആൾക്കാർ വന്നിറങ്ങി അപ്പം തന്നെ സ്റ്റേഷൻ മാസ്റ്റർ സിഗ്നൽ കൊടുത്തു കേട്ടോ പോകാനായിട്ട്. സിംഗിൾ ലൈനായിട്ട് പോലും നമുക്ക് അധികം ക്രോസിങ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ആകെ ഒരു 2-3 ക്രോസിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് വലിയ ഡിലേ വന്നിട്ടില്ല ഇതുവരെ. ഒരു 15 മിനിറ്റിൻ്റെ ഡിലേയിലാണ് ഇപ്പോൾ ഈ സ്റ്റേഷനിൽ വന്ന് കയറിയിരിക്കണത് ഈ റോഡിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല 20 കിലോമീറ്റർ ഓടാനായിട്ട് 1 മണിക്കൂറാണ് കൊടുത്തിരിക്കണത്. അപ്പോൾ ഇനി പോകുന്ന വഴിയിലാണ് ക്രോസിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതനുസരിച്ച് നോക്കാം. നമുക്ക് ദിണ്ടുക്കൽ എത്തുന്നതിന് മുന്നത്തെ ലാസ്റ്റ് സ്റ്റേഷൻ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങായി. കുറച്ച് കഴിഞ്ഞാൽ ബാഗ് എടുത്ത് സെറ്റായിട്ട് നിൽക്കണം. 5 മണിക്കൂർ ഈ ട്രെയിനിൽ പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. 8 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. 8, 4, 12, 5.5 മണിക്കൂറിനടുത്ത് ഞാൻ ഈ ട്രെയിനിൽ ഇരുന്നിട്ടുണ്ട്. എത്രയാ, 200 സംതിങ് കിലോമീറ്റർ ട്രാവൽ ചെയ്യാം. 264 കിലോമീറ്റർ ട്രാവൽ ചെയ്യാം. അങ്ങനെ ഇവിടെ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇനിയിപ്പോൾ 12:37, നമ്മൾ 1:33 ദിണ്ടുക്കൽ എത്തുക. 1 മണിക്കൂർ എടുക്കില്ല കേട്ടോ. ഒരു നിയർലി 55 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തുന്നതാണ് പറയണത്. ഈ 40 കിലോമീറ്റർ ഓടാൻ ഇത്ര സമയം എടുക്കുന്നതാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇനിയും പിടിച്ചിടൽ പ്രതീക്ഷിക്കാൻ തോന്നുന്നു എവിടെയെങ്കിലൊക്കെ. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ ദിണ്ടുക്കൽ എത്തിക്കൊണ്ട് 2 കിലോമീറ്ററും കൂടെ ഉള്ള സ്റ്റേഷനിൽ
സ്റ്റേഷനിലേക്ക്. അങ്ങനെ നമ്മളൊരു ബിഫോർ ആട്ടോ, ഒരു 20 മിനിറ്റ് ബിഫോർ അടിച്ചാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. 25 മിനിറ്റ് ബിഫോർ അടിച്ച് കയറാൻ പോവാണ് ദിണ്ടുക്കൽ സ്റ്റേഷനിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ വലിയ സമയം ഉണ്ടാവില്ല എന്ന്. അതിന് നല്ലോണം സ്ലാക്ക് ടൈം ഉണ്ട് ഈ ട്രെയിനിന്. ദിണ്ടുക്കൽ സ്റ്റേഷനിൽ ഒരു നല്ലോണം സ്ലാക്ക് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. അതെ, നമ്മൾ ദിണ്ടുക്കൽ ജംഗ്ഷനിൽ വന്ന് കയറാണ്. ഇത് ഒരു 20-25 മിനിറ്റ് മുന്നേ നമ്മൾ വന്ന് കയറുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട്. അങ്ങനെ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിയിരിക്കുക കേട്ടോ. എൻ്റെ ഡെസ്റ്റിനേഷൻ സ്റ്റേഷനായ ദിണ്ടുക്കൽ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇറങ്ങണത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക 5 മണിക്കൂറിൻ്റെ ഒരു യാത്ര ഇവിടെ തീരുകയാണ് കേട്ടോ. 20 മിനിറ്റ് ബിഫോർ അടിച്ച് നമ്മൾ ദിണ്ടുക്കൽ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയാണ്. ട്രെയിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇറങ്ങി മുന്നിലേക്ക് നടക്കാട്ടോ. അപ്പം ഞാനും ആ ഒരു ഡയറക്ഷനിലെല്ലാം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു FOB കാണാണ്ട് FOB കയറി ഇറങ്ങി നമ്മൾ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. മെയിൻ എൻട്രൻസ് അവിടെയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 4-ാമത്തെയോ 5-ാമത്തെയോ പ്ലാറ്റ്ഫോമിൽ കണ്ടിട്ടോ വന്നിറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം ലോക്കോടൊരു ഫോട്ടോ കിട്ടാൻ നോക്കട്ടെ കേട്ടോ. ലോക്കോ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ലോക്കോ എടുത്തിട്ട് നേരെ FOB കയറി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് പോകട്ടോ. അവിടെ ഒരു എക്സിറ്റ് വന്നിട്ടുണ്ട്. ഈ റോഡ് ഷെഡിൻ്റെ ഒരു P1 22071 ആട്ടോ നമ്മളെ ലോക്കോ വരുന്നത്. അപ്പോൾ ഈ റോഡ് വരെ P7 ആയിരുന്നു. അപ്പോൾ ഈ റോഡിൽ നിന്നാണ് ഈ P1 ലോക്കോ കയറ്റിയത് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചിടത്തോളം P4 അല്ലെങ്കിൽ P1 ആണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ റോഡിൽ നിന്ന്. പക്ഷേ ഈ റോഡിൽ നിന്ന് ഒരു P1 ആണ് കയറ്റി വിട്ടത്. കാരണം ഈ റോഡ് ഷെഡുകാർക്ക് P1 ലോക്കോസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അവർ പ്രിസർവ് ചെയ്യുന്ന ഒരു ലോക്കോയാണ് P1. അവരിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് പുറത്തായിട്ടൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം കേട്ടോ. പിന്നെ P1 ഉള്ളത് വരയിൽ മാത്രമാണ്. അപ്പോൾ ആ ലോക്കോയാണ് ഇവർ കൊടുത്തുവിട്ടിരിക്കുന്നത്. ലോക്കോയുടെ ഫ്രണ്ട് വ്യൂ ആയിട്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇതാണ് ദിണ്ടുക്കൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ എന്താണെന്ന് നോക്കണം. അപ്പോൾ എല്ലാവരും പോണ വഴിക്ക് നമ്മളും വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഫോർട്ട് കാണാണ്ട് കേട്ടോ. റോക്ക് ഫോർട്ട് എന്ന് പറഞ്ഞിട്ട് ദിണ്ടുക്കൽ റോക്ക് ഫോർട്ട് കാണാണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അതൊരു 3 കിലോമീറ്ററാണ് കാണിച്ചത്. അപ്പോൾ എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കണം. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അത് എപ്പോഴാണ് ഓപ്പൺ ആവുക, അല്ലെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റുമോ എന്താണെന്നുള്ളതൊക്കെ ഞാൻ അവിടെ പോയിട്ട് പറയാം കേട്ടോ. എങ്ങനെയാണ് കയറാൻ പറ്റുക, എൻട്രി ഒക്കെ എങ്ങനെയാണെന്നുള്ളത്, ഫ്രീ ആണോ പെയ്ഡ് ആണോ എന്നൊക്കെ ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ എനിക്ക് TNSTCയുടെ ഒരു കണ്ടക്ടർ ചേട്ടനെ കിട്ടിയിട്ടോ. അപ്പോൾ ആ ചേട്ടൻ എന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഓവർബ്രിഡ്ജ് ഉണ്ട്. ആ ഓവർബ്രിഡ്ജ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഓവർബ്രിഡ്ജിൻ്റെ താഴെ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് യാനത്തപ്പം എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ യാനത്തപ്പം എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റോക്ക് ഫോർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഓവർബ്രിഡ്ജിൻ്റെ അടുത്ത് താഴേക്ക് പോവാം. ആ കാണുന്ന ഓവർബ്രിഡ്ജിൻ്റെ താഴെ കേട്ടോ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് വേണം എനിക്ക് യാനത്തപ്പത്തേക്ക് ബസ് കയറാനായിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് നടക്കുകയാണ്. ബാക്കിയുള്ള ഞാൻ അവിടെ പോയിട്ട് പറയാം. നമ്മൾ നടക്കാനുള്ളൊരു പ്ലാനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കിലോമീറ്ററൊക്കെ ഉള്ളൂ എന്ന് അവിടുത്തെ ആൾക്കാർ പറയണേ. ബസ് പ്രോപ്പറായിട്ട് കിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ നടക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ TNSTC ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡിൽ പോയിട്ട് സ്റ്റാൻഡിൽ നിന്ന് പിന്നെ ബസ് അവർ എപ്പോഴാണ് പോവാൻ അറിയില്ല അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ നടക്കാനുള്ളൊരു പരിപാടി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ജംഗ്ഷൻ എത്തിയാൽ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ കാണുന്നതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അവിടെ നിന്ന് കൺഫേം ചെയ്തിട്ട് നിങ്ങളോട് പറയാം. ആ ഓവർബ്രിഡ്ജിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു സെൻറ്ററിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ മധുരൈ തേനി. നമ്മളോട് പറഞ്ഞേക്കണത് ആ റൈറ്റ് ഭാഗത്തേക്ക് ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് നടക്കാനാട്ടോ. ഒരു 1 കിലോമീറ്റർ നടന്നാൽ എത്തുന്നതാണ് പറഞ്ഞത്. ഞാൻ ഓട്ടോ എടുത്തില്ല. 1 കിലോമീറ്റർ പോകാനായിട്ട് ഒരു ഓട്ടോ ചോദിക്കണത് 100 രൂപ കേട്ടോ. അപ്പോൾ എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ആ റൈറ്റ് കിടന്ന് നേരെ നടക്കാൻ പോവാം. ഒരു പെട്രോൾ പമ്പാണ് ലാൻഡ്മാർക്ക് പറഞ്ഞത്. അവിടെ നിന്ന് നേരെ പിന്നെ നടക്കാനാണ് പറഞ്ഞത്. കുട എടുത്ത് കൈ പിടിച്ച് നന്നായി ഇപ്പോൾ തോന്നണം കേട്ടോ. കാരണം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ഓട്ടോവിന് 100 രൂപ കൊടുക്കണോ എന്നിങ്ങനെ ആലോചിച്ച് ഞാൻ നടന്നു തുടങ്ങിയതാ കേട്ടോ. നോക്കട്ടെ, ഇവിടെ പലവരും പല ദൂരമാണ് പറയണത്. ചിലവർ 2 കിലോമീറ്റർ, ചിലർ 1 കിലോമീറ്റർ അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ എന്താണെന്ന് സംഭവം ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ ഇനി എന്താ ചെയ്യണേ, എങ്ങനെയാണ് പോണേ, അവിടെ എത്തണതൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ. ഞാൻ നടന്നും വന്നില്ല, ബസ്സിനും വന്നില്ല, ഓട്ടോയിലും വന്നില്ല. ഒരു ലിഫ്റ്റ് അടിച്ച് വന്നു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു ബ്രോനെ കണ്ടു. അപ്പോൾ ആളോട് ഇങ്ങനെ വഴി ചോദിച്ച് സംസാരിച്ച് ഇങ്ങനെ ഓട്ടോക്കാർ ഭയങ്കര ചാർജാണ് ഞാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ ശരി ബ്രോ കയറിക്കോ, ഞാനിവിടെ ഡ്രോപ്പ് ചെയ്യാലോ എന്ന് പറഞ്ഞു. ആൾ നൈസായിട്ട് എന്നെ കൂടെ ഡ്രോപ്പ് ചെയ്ത് തന്നു. എന്താണെന്നറിയില്ല,
അല്ല ഞാൻ വന്നത് മുതൽ ഇവിടെ അടിപൊളി ആൾക്കാരൊക്കെ ഭയങ്കര നല്ലൊരു വെൽക്കമിങ് ആട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ ആൾ എന്നെ ഡ്രോപ്പ് ചെയ്ത് കുറച്ച് സംസാരിച്ച ഒരാൾ ഇപ്പോഴേ പോയുള്ളൂ. ഒരാൾ എനിക്ക് തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻട്രൻസിലാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എൻട്രൻസ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എൻട്രൻസ് ഫീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. 10 or 20 എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എത്രയൊന്നും ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ എന്തായാലും കയറും. നമ്മളിത് അകത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് പോകുമ്പോൾ ഇവിടുത്തെ ഈ വഴികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ മാർക്കറ്റൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അകത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ട വരുന്നത് കേട്ടോ. നമ്മളതിൻ്റെ അകത്തേക്ക് കയറാണ്. ദിണ്ടുക്കൽ കോട്ട. അപ്പോൾ നമ്മളതിൻ്റെ അകത്തേക്ക് പതുക്കെ കയറാണ്. ഇതിപ്പോൾ ഉള്ളത് ആർക്കിയോളജിയുടെ കീഴിലാട്ടോ. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ പടി മൊത്തം മേലെ കയറി പോകണം കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നല്ല നട്ടപ്പൊരു വെയിലാണ്. എല്ലാവരും വിചാരിക്കും എനിക്ക് പ്രാന്താന്ന്. പക്ഷേ ഞാൻ അത് കാണണം എന്ന് വെച്ചിട്ട് തന്നെ കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ മേലോട്ട് കയറാം. ഇതൊരു വല്ലാത്ത കയറ്റമാണ് കേട്ടോ. കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ ചെറിയ സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടിയിട്ട് വേണം കയറാനായിട്ട്. നല്ല കയറ്റാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ മേലുണ്ട്, കുറച്ച് പേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമ്മളതിനനുസരിച്ച് കയറുകയാണ് കേട്ടോ മേലേക്ക്. അയ്യോ, കുറേ നാളായി ദേഹമൊക്കെ അനങ്ങിയിട്ട് തീരെ പറ്റണില്ല കേട്ടോ. ഈ ചെറിയ സ്റ്റെപ്പിന് ഈ കുത്തനെ കയറ്റം എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. വലിയ വലിയ സ്റ്റെപ്പാണെങ്കിൽ നമുക്ക് പിന്നെ കയറാം. വഴിക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. അത്രയും നമ്മൾ സൂക്ഷിച്ച് കയറണം ഇതിൻ്റെ മേലേക്ക്. ഈ വെയിലത്ത് മേലെത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ പട്ടിയാവും ഒരുവിധം. അപ്പോൾ ഞാനിതിങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാട്ടോ ഇപ്പോൾ ഈ കോട്ട വരുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ക്യാഷ് പേയ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല. വരുന്നവരൊറ്റ കാര്യം ഗൂഗിൾ പേ, ഫോൺ പേ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു കുളവും കാണാനുണ്ട്. അമ്പലത്തിൻ്റെ കുളമാണത്. നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ കാണാം. മേലെ പെട്ടിയ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടെ നിന്നൊരു വ്യൂ. എന്നോട് 4:45 തിരിച്ചിറങ്ങണം എന്നാട്ടോ പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടേക്ക് വരാനായിട്ട് 20 രൂപ കേട്ടോ എൻട്രൻസ് ഫീസ്. നേരത്തെ പറഞ്ഞ പോലെ ജിപേയോ ഫോൺ പേയോ ഏത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ മേലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു വന്ന് കാണാനുള്ളത് ഉണ്ട് കേട്ടോ. ഇത് 16-ാം നൂറ്റാണ്ടിൽ മധുരൈ നായക്കർ രാജവംശത്തിലെ കൃഷ്ണപ്പ നായക്കർ എന്ന് പറഞ്ഞ രാജാവാട്ടോ ഈ ദിണ്ടുക്കൽ മലക്കോട്ട പണി കഴിപ്പിച്ചത്. അങ്ങനെ നമ്മൾ ഈ കോട്ടയുടെ അകത്ത് കയറാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16-ാം നൂറ്റാണ്ടിലാണ് കൃഷ്ണപ്പ നായക്കർ ഈ കോട്ട പണി കഴിപ്പിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ മേലോട്ടാട്ടോ നമുക്കൊരു വലിയൊരു മല പോലെ കാണുന്നുണ്ട്. അപ്പോൾ കോട്ടയുടെ മേൽഭാഗമാണ് കേട്ടോ അത്. നമ്മൾ മെയിൻ എൻട്രൻസിൽ കൂടെ ഇപ്പോൾ കയറുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറച്ച് പേരുടേതായിട്ട് ഹൈഡ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. കുറച്ച് അടിപൊളിയാണ് മൊത്തത്തിൽ കോട്ട കാണാനായിട്ട്. ഈ ഒരു കറങ്ങി തിരിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഭടന്മാർ നിൽക്കുന്ന ഏരിയയും എല്ലാം കാണാം കേട്ടോ. ഒരു പണി കഴിപ്പിച്ച സ്ഥലത്ത് തന്നെ നമുക്ക് അവിടെ ഒരു അമ്പലം കാണാനുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കയറുന്നില്ല കേട്ടോ. അങ്ങോട്ട് കയറാനുള്ളൊരു ബലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വഴിയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് കയറാൻ പോകാം കേട്ടോ. ഇത് നമ്മൾ കോട്ടയുടെ ഒരു മേലെ നിൽക്കാം കേട്ടോ. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് സിറ്റി കേട്ടോ. ഇത് മൊത്തം സിറ്റിയാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫുൾ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയുടെ നമ്മളിത് വന്ന് കയറി എൻട്രൻസ് ഇതിൽ കൂടെ നമ്മൾ കയറി വന്ന് അകത്ത് കയറിയത് കേട്ടോ. ഒരു മെയിൻ എൻട്രൻസ് ആണ്. അപ്പോൾ ഈ സിറ്റി മൊത്തം നമുക്ക് ഈ കോട്ടയുടെ മേലെ നിന്ന് കാണാം കേട്ടോ. ഒരു ഫുൾ വ്യൂ അടിച്ച് കാണാൻ പറ്റും. അപ്പുറത്ത് ഗാർഡ്സ് പോകുന്നതും കാണാം. അപ്പോൾ നമ്മളിത് ഈ കോട്ടയുടെ മേലെയാണുള്ളത്. ആ മേലത്തെ അമ്പലത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റും തോന്നില്ല. കാരണം എനിക്ക് സമയമില്ല. കാരണം ഇത് തന്നെ ഞാനൊരു ½ an hour മേലെടുത്താണ് കയറിയത്. ഇതേപോലെ തന്നെ മേലേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ ഞാൻ അതെന്തായാലും കയറേണ്ടാവില്ല. അപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഈ സറൗണ്ടിങ്സൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചിറങ്ങും കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ അവസാനം മേലേക്ക് കയറാമെന്ന് വെച്ചു കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഭയങ്കര മോട്ടിവേഷൻ. ഇത്രയും ചെറിയ കുട്ടിയായിട്ട് കയറാൻ ബുദ്ധിമുട്ടോ, ഞാൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആൾക്കും എന്നെക്കാളൊന്നും വലിയ ഏജ് ഉണ്ടാവില്ല കേട്ടോ. ഒരു 30+ അത്രേ ഉള്ളൂ. അപ്പോൾ ആളിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു മോട്ടിവേഷൻ അടിച്ചിട്ട് കയറി തുടങ്ങിയതാട്ടോ. അതാ കാണുന്നതാണ് നമ്മുടെ അമ്പലവും കോട്ടയും. അപ്പോൾ അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് കേട്ടോ. പതുക്കെ റെസ്റ്റ് എടുത്ത് പോകാമെന്ന് വെച്ചിട്ടാണ്. തിരിച്ചിറങ്ങിയിട്ട് എത്ര സമയം എടുക്കുന്ന അറിയില്ല. അങ്ങനെ ഞാൻ മലയുടെ ടോപ്പ് കയറിയിട്ടോ. മലയുടെ ടോപ്പ് കയറിയപ്പോൾ കണ്ട ഒരു അമ്പലമാണ് കേട്ടോ. ഇത് അബാൻഡൻ്റ് അമ്പലമാണ്. ഇവിടെ കറണ്ട് ഈ പൂജയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ക്ലോസ്ഡ് ആണ്. ഇവിടെ ഒന്നുമില്ല. ഞാൻ താഴെ ചോദിച്ചപ്പോൾ അവർ പൂട്ടിയിട്ടേക്കാണ്. അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്നറുടെ സറൗണ്ടിങ്സ് ഒന്നും കാണാനില്ലാണ്ട് നമുക്കിവിടെ വേറെ ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം വരുന്നത്. ഞാൻ അമ്പലത്തിൻ്റെ ചുറ്റും നടക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഫ്രണ്ട് ഭാഗം നിങ്ങൾ കാണിച്ചു തരണം കേട്ടോ. അത്ര അടിപൊളിയാണ് ഇവിടെ.
ഇതാട്ടോ അമ്പലം വരുന്നത്. ഇതിൻ്റെ അകത്തുള്ള വർക്കുകളൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇതിപ്പോൾ ഈ അടുത്താട്ടോ കയറാൻ പറ്റാണ്ടായത്. കുറച്ച് മുന്നേ വരെ നമുക്ക് അകത്ത് കയറാൻ പറ്റിയിരുന്നു കേട്ടോ. ഈ അന്നത്തെ വർക്കുകളൊക്കെ നോക്കൂ, എന്താ അല്ലേ, നമ്മളെ കൊണ്ടൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കൊത്തുപണികളും തൂണിൻ്റെ വർക്കുകളൊക്കെ അവർ ചെയ്ത് വെച്ചേക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു, നമ്മൾ ഈ കയറി വരുമ്പോൾ ഒരു എൻട്രൻസ് കേട്ടോ. ഇങ്ങനെയാണ് വരിക നമ്മുടെ ഈ റോക്ക് ഫോർട്ടിലെ അമ്പലം. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു സിറ്റിയുടെ വ്യൂ ആട്ടോ. ഈ അമ്പലത്തിൻ്റെ അടുത്ത് നിന്നാണ് ഞാനിപ്പോൾ നിന്ന് എടുക്കുന്നത് കേട്ടോ. ഈ കോട്ടയുടെ ആദ്യത്തെ മല കഴിഞ്ഞ് രണ്ടാമത്തെ മലയുടെ മേലെ കയറി വന്നിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് തന്നെ കയറിയത്. ആദ്യം വേണ്ടാന്ന് തോന്നി, പിന്നെ തോന്നി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് നിങ്ങളെ ഈ ഒരു വ്യൂ കാണിക്കാണ്ട് ഞാൻ പോണത് മോശമല്ലെന്ന് എനിക്കെന്നെ തോന്നി. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് മേലെ കയറി ഈ അമ്പലവും ഈ സറൗണ്ടിങ്സും മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഒരു വേറൊരു സൈഡാട്ടോ, ദിണ്ടുക്കലിൻ്റെ. അപ്പോൾ നമ്മൾ മേലെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ആ സൈഡിലോട്ട് ഒന്നുകൂടെ പോയി കാണിച്ചതാണ് കേട്ടോ. ആക്ച്വലി ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചറൊന്നും നമുക്ക് എന്താ പറയുക, ഈ കാലത്ത് ഇങ്ങനത്തെ ഒന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. ഇത് ഇവരിവിടെ റെസ്റ്റ് ചെയ്യണ ഒരു കൽമണ്ഡപം പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇവിടെ ആൾക്കാർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ വന്നിട്ട്. ഇവിടെയും കാണാനുണ്ട്. ഇതെൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങോട്ടും കൂടെ വന്നത്. ഇവിടെ നിന്ന് കാണുന്നതൊക്കെ നമുക്കൊരു ഓരോ ഗഡ് സെക്ഷനുകളായിട്ടാട്ടോ ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ കയറി പോവാണ്. ഇതിങ്ങനെ നമുക്ക് പോയാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും കേട്ടോ. ഇതും ഭയങ്കര ഒരു അടിപൊളി പരിപാടിയാണ്. ഇതും ഇവരുടെ തന്നെ ആയിട്ടുള്ളൊരു പണിഞ്ഞിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആട്ടോ. അമ്പലത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒന്നും പ്രിസർവ് ചെയ്യുന്നില്ല. ഒരു അബാൻഡൻ അമ്പലമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതും കോട്ടയുടെ ഒരു ബാക്ക് സൈഡ് കേട്ടോ. ആ കാലത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ ഈ സിറ്റിയുടെ വ്യൂ എന്ന് ഇവിടെ നിന്ന് ഇവർക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ട് കയറി വന്നാലും മേലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ വന്നാൽ എന്തായാലും എൻജോയ് ചെയ്യും കേട്ടോ. അല്ലാത്തവരും വരിക. ഇതൊക്കെ നമുക്ക് കാണുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അമ്പലമൊക്കെ കണ്ടിട്ട് ഇതേ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യാം കേട്ടോ. സമയമായിട്ടുണ്ട് ശരിക്കും. താഴോട്ട് കാണുമ്പോൾ കയറി വന്നതിനെക്കാട്ടിലും പേടിയാട്ടോ ഇറങ്ങുമ്പോൾ. സ്ലിപ്പറി കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ ഇറങ്ങണം. ഇതും ഇറങ്ങണം. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ആ എൻട്രൻസ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു മല കൂടെ ഇറങ്ങിയാലാണ് നമ്മൾ റോട്ടിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അത്ര ദൂരം താഴോട്ട് ഇറങ്ങാൻ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിത് അമ്പലമൊക്കെ കണ്ട് ഇറങ്ങാണ്. ഇവിടെ ഐഡിയൽസ് ഒന്നും ഇല്ലാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ രാജാക്കന്മാരുടെ കുറേ പ്രശ്നങ്ങൾ കാരണം ഇവിടുത്തെ ഐഡിയൽസൊക്കെ എടുത്ത് താഴെ ഒരു അഭിരാമി അമ്മൻ കോവിലാട്ടോ കൊണ്ടിപ്പോൾ പ്രതിഷ്ഠിച്ചേക്കണത്. അപ്പോൾ ശിവൻ്റെ പ്രതിഷ്ഠയൊക്കെ ഇപ്പോൾ അവിടെയാണുള്ളത്. സോ ആ ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഈ ഒരു അമ്പലം ഇങ്ങനെ അബാൻഡനായി പോയത്. അപ്പോൾ പണ്ടൊക്കെ ഇവിടെ നല്ല പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആട്ടോ ഇവ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത്. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് താഴെ എത്തിയിട്ട് കാണാം. ഈ നേരെ കാണുന്നതാട്ടോ ദിണ്ടുക്കൽ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. അധികം നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് സമയം ഭയങ്കര കുറവാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റ്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് തന്നെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബൈക്കിൽ വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൾ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത ആൾക്ക് എന്തെങ്കിലും തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആർച്ചിന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നത് മാർക്കറ്റാട്ടോ. മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കാണുന്നതാണ് മെയിൻ റോഡ്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൻ്റെ അവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ നേരെ ബസ് സ്റ്റാൻഡിൽ അവിടേക്ക് നടക്കണം കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് കാണുന്ന മാർക്കറ്റും സിറ്റിയുടെ ഉള്ളിലേക്കുള്ള വഴിയും. കോയമ്പത്തൂരിൽ നിന്ന് നാഗർകോവിൽ എക്സ്പ്രസ് കയറി നമ്മൾ ദിണ്ടുക്കൽ വന്നിറങ്ങി നല്ലൊരു അടിപൊളി ചെയ്യണമായിരുന്നു കേട്ടോ. ആ സിംഗിൾ ട്രാക്കൊക്കെ നല്ല ആ കരൂർ റൂട്ടൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ നേരെ ദിണ്ടുക്കൽ ഫോർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റി കേട്ടോ. ആദ്യം കയറാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു വന്നതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, കാണിച്ചു തരാണ്ട് പോകുന്നത് ശരിയല്ലോ. അപ്പോൾ എന്തായാലും കാണിച്ചു തരണമെന്നുള്ളൊരു ഒറ്റ വാശിയിലും പിന്നെ അവിടുത്തെ ആ ചേട്ടൻ്റെ ഒരു മോട്ടിവേഷനും കിട്ടിയപ്പോൾ കയറിയിട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കുക. ആ കമൻറ്റ്സാണ് എനിക്ക് അടുത്തടുത്ത വീഡിയോ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്, ബൈ.